ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നൊരു സന്തോഷം നിറഞ്ഞ ഒരു എന്താ പറയുക വീഡിയോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് പിള്ളേർക്കൊക്കെ വെക്കേഷനാണ്. അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവരുടെ നേരം കളയുക എന്നൊന്നും നമുക്ക് അറിയാത്തൊരു സമയം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടെ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബുദ്ധിമുട്ടല്ല, സത്യം പറഞ്ഞാൽ അവർക്കതൊരു വലിയ അനുഗ്രഹമാണ്. ഇവിടെ ഏട്ടനുള്ള കാരണം രാത്രിയാകുമ്പോൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും. നമ്മുടെ വീട്ടിലാണ് എങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവും. നമ്മൾ 3 പേരും അനാഥപ്രേതം പോലെ ഇരിക്കേണ്ടി വരും കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് സമയം കളയാനും പിടിക്കാനും ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു നമ്മുടെ അല്ലറ ചില്ലറ ഭാഗങ്ങൾ, അതായത് അടുത്തുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർക്കത് കണ്ട് ബോറടിച്ചതുമായിരിക്കും. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് വെക്കേഷൻ അച്ഛൻ്റെ കൂടെ ആഘോഷിക്കുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഇവിടെ ഇത് സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ അച്ഛനും മക്കളും കൂടെ ഈ ഒരു കോറിഡോറിൽ നിന്നിട്ടാണ് കളിയും കാര്യങ്ങളൊക്കെ. ആ നേരെ കാണുന്ന റൂമുണ്ടല്ലോ, അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താണ് അവർക്ക് അതിന് ചീത്തവിടിയാക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. പക്ഷേ അച്ഛനും മക്കൾക്കും അതൊന്നും വലിയ കാര്യമായിട്ടുള്ള മൈൻഡും ഒന്നുമില്ല. ഇന്ന് നിങ്ങൾക്കിതിൽ വലിയൊരു അത്ഭുതം കാണാം കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാനതങ്ങനെ എഡിറ്റ് ചെയ്ത് കളയുന്നുണ്ട്, കണ്ടേക്കോ. കണ്ടില്ലേ? അപ്പോൾ ഈ കുട്ടികളാണ് കേട്ടോ. അവർ ലിഫ്റ്റ് ഇറങ്ങി വന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ കളിക്കണ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു. പിന്നെ വന്ന് അവർ കൂടെ കളിക്കാൻ നിന്നോട്ടോ. നമ്മുടെ നാട്ടുകാരല്ല, അതായത് ഇന്ത്യക്കാരല്ല, പുറം രാജ്യത്തുള്ള ആരോ ആണ്. അത് ഏത് നാടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരുടെ മുഖം കണ്ടിട്ടൊരു നീഗ്രോ കുട്ടികൾ അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള അവരുടെ നാട്ടിലുള്ള കുട്ടികളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവർ നമ്മുടെ ഒപ്പം നിന്ന് കളിച്ച്. സത്യത്തിൽ പായിന് ഭയങ്കര പേടിയായിരുന്നു. അവരടിക്കുന്നതൊക്കെ നല്ല സ്ട്രോങ്ങിൽ അടിക്കുന്നു. പായി ഇങ്ങനെ ജസ്റ്റ് തട്ടിട്ട് കൊടുക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി ഉണ്ടല്ലോ, ആൺകുട്ടി, അവൻ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ആ പായി പേടിച്ചോടായിരുന്നു. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ ക്ഷീണം മാറ്റാൻ വേണ്ടി കറി ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ പിന്നെ സ്ഥിരം കറിയാണല്ലോ, അപ്പോൾ കറിയൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് എന്താ കറി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയില്ല. കാരണം കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് ഇത് കഴിക്കണ കണ്ടിട്ടും സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കൂണ് കറിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൂണ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മളിതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ കൂടുതലും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണ ഒരു വീഡിയോകൾ ഷോർട്ടാക്കിയിട്ടാണ് കയറ്റുന്നത്. എന്തായാലും ഞാൻ കറി വെക്കുന്നുണ്ട്. ഇവിടെ ഉള്ളപ്പോഴാണ് ഈ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുള്ളൂ. നാട്ടിൽ പോയ പയറും പരിപ്പും കടലയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെയുള്ള സമയത്ത് നമുക്ക് ഷോർട്സ് എടുത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഷോർട്സിൽ നമ്മുടെ എന്താ പറയുക കറികൾ വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഏട്ടൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അതായത് ആൾക്ക് ചെക്കപ്പൊക്കെ നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ നമുക്ക് ചെക്കപ്പ് എടുക്കണമല്ലോ. ആൾക്ക് ബ്ലഡ് എല്ലാതും കംപ്ലീറ്റ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ആൽബമീൻ്റെ ആ ഒരു ഇതുണ്ട്, സംഭവമുണ്ട്. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അത്യാവശ്യത്തിന് സാധാരണ ഒരു മനുഷ്യന് ഉണ്ടാവണ എല്ലാ സംഭവങ്ങളും എൻ്റെ കെട്ടിയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടർ നല്ലതാണ് പറഞ്ഞത്, എല്ലാതും കുറഞ്ഞ് നോർമലായിട്ടുണ്ട് ഡയറ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളൊരു ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നെസ്റ്റോന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പഴച്ചക്കയാണ്. പഴച്ചക്കയാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതൊന്നല്ല ഈ ചക്ക, പക്ഷേ ഇത് പഴച്ചക്കയായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റായിരുന്നു എന്നറിയാം. ഇപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം ഊറുന്നു. അത്രയ്ക്കും ടേസ്റ്റുള്ള ചക്ക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ്, നല്ല മധുരം കേട്ടോ. അതായത് ഒരു ചക്കയുടെ ഒരു 1/4 ഭാഗമുള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ചെറിയ ചക്കയുടെ, അതായത് കണ്ടല്ലോ ഇപ്പോൾ ഇതിന് എത്ര റേറ്റ് എന്നറിയോ? 17 രൂപയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു 500 രൂപയുടെ അടുത്തൊക്കെ ഉണ്ട്. എന്താ അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ചക്ക ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്താലോ എന്ന്. കാരണം ഒരു കണക്കിന് നോക്കിയാൽ അത് വളരെ നല്ലൊരു ബിസിനസ്സായിട്ടേക്ക് തോന്നി. ചക്ക മുറിക്കേണ്ട താമസമുള്ളൂ. പിന്നെ ഇവിടെ എല്ലാവർക്കും ചക്ക പ്രാന്താണ് കേട്ടോ, ഭയങ്കര പ്രാന്താണ്. ഏട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും എല്ലാവർക്കും ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അത് എത്ര കിട്ടിയാലും കഴിക്കും. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ, അതായത് അരിമ്പൂരാണ് കേട്ടോ എൻ്റെ വല്യമ്മയുടെ വീട്, മൂത്ത വല്യമ്മയുടെ. അപ്പോൾ അവിടെ താമരച്ചക്ക എന്ന് പറഞ്ഞൊരു ചക്കയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയതായിരിക്കും, ഒരു കുഞ്ഞ് ചക്കയായിരിക്കും. അതിൻ്റെ ഇതുണ്ടല്ലോ, മാംസം ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ അതൊക്കെ ടേസ്റ്റ് പോലെ ചക്ക വേറെ എവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ ചക്ക ഉണ്ട് കേട്ടോ. അയ്യോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വലിയ ചക്കയായിരിക്കും, ഒരു മീഡിയം സൈസ് ചക്കയായിരിക്കും. അതിൽ പക്ഷേ 1 2 3 4 5 6 ചുളയ്ക്ക ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആ ചുളയ്ക്ക ഉണ്ടല്ലോ എൻ്റെ ഗുരുവായൂരപ്പാ, അതിൻ്റെ ഒരു മധുരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പഴച്ചക്ക ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പഴച്ചക്ക എനിക്ക് കിട്ടാറില്ല കേട്ടോ സാധാരണ. പഴച്ചക്ക നമ്മുടെ തൊട്ടപ്പുറത്ത് പാപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവനെ പ്ലാവൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് ഇപ്പോഴായി പിന്നെ ഞാൻ കഴിച്ചിട്ട് ഒരു 5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടായിരിക്കും പഴച്ചക്ക കഴിച്ചിട്ട്. എൻ്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ, ചക്കയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വിളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എവിടേക്കാണെങ്കിലും പാഞ്ഞെത്തുട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചക്കയൊക്കെ അവൈലബിൾ ആയിരുന്നു. അച്ഛനുണ്ടായിരുന്ന കാലത്തൊക്കെ അച്ഛൻ പിന്നെ ഇങ്ങനെ നമുക്ക് ചോളയൊക്കെ പറിച്ച് തരും. അതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കൂണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിക്കളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ചെത്തി നമുക്ക് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ചോള എടുത്ത് പറിച്ച് കഴിക്കുക വേണ്ടുള്ളൂ. അപ്പോൾ അച്ഛൻ ഇതൊക്കെ ചെയ്തു തരും കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരായിരുന്നു. അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ പോലും തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് കൂളാക്കിയിട്ട് പാത്രത്തിലിട്ട് തരും. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു കുക്കറി ഷോ നടത്താനാണ് കേട്ടോ. ഒന്നുമല്ല, ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, ദുബായ് ഫിഷ് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചെമ്മീൻ കറി എന്ന് പറയുന്നത്. അത് കഴിക്കാൻ പാടില്ല ആൾക്ക് ശരിക്ക്, പക്ഷേ ഇഷ്ടമാണ്. ഞാനിങ്ങനെ വരുമ്പോഴും ഏട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ 1 2 വട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതിന് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ. അപ്പോൾ വർത്താനം പറഞ്ഞു വന്നപ്പോഴേക്കും കറി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടല്ലേ. ഒന്നുമില്ല, നമ്മൾ ചട്ടി ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, സബോള നന്നായിട്ട് വഴറ്റുക, അതിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ഇടുക, വേപ്പില ഇടുക, അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടാം കേട്ടോ. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക. നമ്മൾ സാധാരണ എല്ലാ കറികളും, അതായത് മീനിൻ്റെ എല്ലാ കറികളും വെക്കുമ്പോൾ ഇതേ സെയിം മസാലകളൊക്കെയാണ്. പിന്നെ വറ്റിച്ചൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ ഈ മസാലകളൊന്നും ചേർക്കാതെ വെറുതെ നമ്മൾ പുളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാ ടൈപ്പും വെക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് വെക്കാറുള്ളത്. ഇനി എപ്പോഴെങ്കിലും ചിലർ കടുകൊക്കെ പൊട്ടിച്ചിട്ട് മീൻ കറിയൊക്കെ വെക്കുന്നവരുണ്ട്. നമ്മുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല കേട്ടോ. ഇവിടെ ചെമ്മീനിലൊക്കെ മാങ്ങ ഇട്ട് വെക്കും, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മാങ്ങ ചെമ്മീനിൽ മാത്രമല്ല മീൻ കൂട്ടാനിൽ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു മാങ്ങ മുഴുവനോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ.
ഞാൻ ഇപ്പോൾ ചേർത്തത് കണ്ടില്ലേ നിങ്ങൾ. പാകത്തിന് ഉപ്പിടാം. നമ്മൾ ഇത്ര നേരം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. വേവിച്ചതിന് ശേഷം വേണം നമ്മൾ ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. 3 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പം ഞാൻ തല്ലുടിയിട്ടാണ് നിന്നോടുന്നത്. കാരണം അത്രയൊന്നും വേണ്ട, ആൾ ഇതിന്ന് കഴിക്കും. ചെമ്മീൻ കണ്ട ആൾ കഴിക്കും, ഒരു കൺട്രോൾ ഉണ്ടായിരിക്കില്ല. പിന്നെ വീണ്ടും അസുഖം കൂടിയിട്ട് എനിക്ക് ചീത്ത കേൾക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ സമയത്ത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാനതിൻ്റെ ഷോർട്സ് വേണമെന്ന് വെച്ചാൽ നമ്മൾ വേറെ എപ്പോഴെങ്കിലും വെക്കുമ്പോൾ ഇടാം കേട്ടോ ഷോർട്സിൽ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വേറെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ഇടും. കാരണം കുറച്ചും കൂടെ ചെമ്മീൻ നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഷോർട്സ് പറഞ്ഞ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെമ്മീനൊക്കെ ചേർത്തത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇതിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ടില്ല, പാൽ ഒഴിക്കാണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ തേങ്ങയുടെ 3-ാം പാലും 2-ാം പാലും ഒരുമിച്ചാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങയുടെ 3-ാം പാലും 2-ാം പാലും നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കി അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. നാളെ പിള്ളേർക്ക് അമ്മുട്ടി ചെമ്മീൻ കഴിക്കും, വറുത്ത ചെമ്മീൻ, കറി വെച്ചത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവൾക്കത് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെമ്മീൻ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ പാത്രത്തിലിരിക്കുന്നത് ഏട്ടന് നാളെ കാലത്തേക്കുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള കാടമുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ചെമ്മീൻ നന്നായിട്ട്, കുഞ്ഞ് ചെമ്മീനില്ലേ, അത് നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി പോലെയായിട്ട് നമ്മൾ വറുത്തിട്ട് കഴിക്കേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ചെമ്മീൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. നല്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടാകുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ചെമ്മീൻ നമുക്ക് കഴിക്കുമ്പോൾ പൊതുവെ ഒരു പേടിയുണ്ടല്ലേ. കാരണം കണ്ടില്ലേ, എറണാകുളത്ത് ഒരു 2 പേരൊക്കെ മരിച്ചിട്ടുണ്ട് ചെമ്മീൻ കഴിച്ചിട്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെമ്മീൻ അലർജി ഉണ്ടല്ലോ. എനിക്കും ചെറിയൊരു രീതിയിൽ അലർജി ഉണ്ട് കേട്ടോ ചെമ്മീന്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ എനിക്ക് തൊണ്ട അതുപോലെ കിടന്ന് ചൊറിയും കിടന്നിട്ട് ചെമ്മീൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പായുനുണ്ട് കേട്ടോ ഈ ഒരു പ്രോബ്ലം. പായനും ഞാൻ പറഞ്ഞിട്ടില്ലേ, പായനും ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഈ വക സംഭവങ്ങളൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ ഇഷ്ടമാണല്ലോ, അപ്പോൾ വല്ലപ്പോഴൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. നമ്മൾ പിന്നെ എപ്പോഴും മരുന്നും കാര്യങ്ങളൊക്കെ കൈ പിടിക്കുന്നതാണ്. എന്നാലും എനിക്ക് പേടിയാണ് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ചെമ്മീൻ വാങ്ങിക്കണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കെട്ടിയാണ് വാങ്ങിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേറെ നിവർത്തി, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് പറഞ്ഞാലൊന്നും കേൾക്കൊന്നുമില്ല. ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് ചെയ്തെങ്കിൽ മാത്രമാണ് അങ്ങനെ പോവുള്ളൂ. ആൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അത് മാറ്റി ചിന്തിക്കുക കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. എന്താണ് ഈ അടുത്തായിട്ട് കെട്ടിയതിനെ കുറിച്ച് കുറച്ച് കുറ്റം പറയൽ കൂടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? അല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞതാ. ഏട്ടാ ഇതുപോലെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇപ്പോഴേ പിന്നെ സോഫയമ്മ ഡ്രസ്സ് വലിച്ചു വാരി എറിയണ ആ സ്വഭാവം നിർത്തിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും കളിയാക്കും, ഇപ്പോൾ എപ്പോഴും കളിയാക്കും. ഡ്രസ്സ് കൊണ്ടിട്ട് ആ കൊട്ടയിലിട്ടിട്ട് പറയും ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. 2 കുറ്റ വീഡിയോയിൽ പറഞ്ഞാൽ അതെങ്കിലും അങ്ങനെ കേട്ടെങ്കിൽ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ അല്ലേ. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കൂട്ടാനൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഡ്രൈ ആയി കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ അവസാനം ക്ഷമ കെട്ടപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു തിള വരെ വേണ്ടുള്ളൂ. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു 6 കുഞ്ഞുള്ളി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
വഴറ്റി കൊടുത്തിട്ട് ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം, തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, അത് ആ ഒരു മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. നിങ്ങളെപ്പോഴും കാച്ചുന്ന മീൻ കൂട്ടാനൊക്കെ നമ്മൾ ഉള്ളി കാച്ചുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു കറിയിൽ ലാസ്റ്റ് മുളക് പൊടി ഇങ്ങനെ മുകളിൽ പൊന്തിക്കെടുക്കും. എരിവ് കൂടെ അങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ടേസ്റ്റ് മാത്രമല്ല, കാണാനും ഒരു പ്രത്യേക ഭംഗി കൂടും കേട്ടോ കറിക്ക്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറി ഞാൻ നേരെ അപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം എന്തായാലും ഇനി ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ക്യാമറയൊക്കെ മാറ്റി വയ്ക്കണം. ഈ ഒരു പാത്രം ഞാൻ പറഞ്ഞില്ല, ഇത് ഗ്യാസുമ്മ അടുപ്പത്ത് ഇരിക്കില്ല, ഗ്യാസുമ്മേന്ന് എപ്പോഴും പറയണേ. അപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നേരെ കിടന്ന് ഉറങ്ങാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? 3 മണിയായിട്ടുണ്ട് കേട്ടോ പുലർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെമ്മീൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ ആളങ്ങോട്ട് സമ്മതിക്കണില്ല. ഇങ്ങനെ വരണുള്ളൂ. ഞാൻ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മലർത്തിയും കമത്തിയൊക്കെ ഇട്ടൊക്കെ നോക്കി, പക്ഷേ ആൾ ഇങ്ങനെ വരുന്നുള്ളൂ. ആർക്കെങ്കിലും ഇതിനുള്ളൊരു ടിപ്പ്, നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രഞ്ചി പോലെ, അതായത് വേറെ ബാറ്ററൊന്നും അരിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കാണ്ട് സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നല്ല ക്രിസ്പി പോലെ വരാമെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.